ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രഗ്നൻസി ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ബ്രീത്തിങ് എക്സസൈസിനെ പറ്റിയിട്ടാണ്. ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുമ്പോഴേക്കും തുടക്കത്തിൽ ആ ലെറ്ററിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ബ്രീത്ത് എടുത്തിട്ട് വിട്ടിട്ട് നമ്മൾ ശരീരത്തിൽ ആ ഒരു എനർജി കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് എക്സസൈസാണ് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മൾ ശ്വാസോച്ഛ്വാസത്തിലൂടെ നമ്മളുടെ ശരീരത്തിനെ ഒന്ന് എനർജൈസ് ചെയ്യുകയും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എക്സസൈസാണ് ബ്രീത്തിങ് എക്സസൈസ്. ഇവിടെ പറയുന്ന ബ്രീത്തിങ് എക്സസൈസ് അനുലോമ വിലോം. ഈ അനുലോം വിലോം എന്ന് പറയുന്ന പ്രാണായാമം നമ്മൾ യോഗാസൻസ് ഒക്കെ ട്രൈ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കുന്ന ഒരു ടൈപ്പ് എക്സസൈസാണ് ഇത്, ഈ പ്രാണായാമം എന്ന് പറയുന്നത്. ഇത് ട്രൈ ചെയ്തിട്ടില്ല നിങ്ങളെങ്കിൽ കൂടി തന്നെയും ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു എക്സസൈസാണ്, അല്ലെങ്കിൽ ഒരു പ്രാണായാമമാണ് ഈ അനുലോമ വിലോമ. ഈ ഒരു പ്രാണായാമം നിങ്ങൾ നെറ്റിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് എങ്ങനെ ചെയ്യണം ഇത് എന്നുള്ളത് കിട്ടും. ഞാനൊരു യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളല്ല, ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഈ ഒരു യോഗ ഞാനും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെപ്പറ്റി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനായിട്ട് എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ വീഡിയോ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ ശ്വാസം നമ്മൾ അകത്തേക്ക് എടുത്ത് ഒരു മൂക്ക് നമ്മൾ അടച്ചു പിടിച്ച് ശ്വാസം അകത്തേക്ക് നല്ല ഡീപ്പായിട്ട് എടുത്തിട്ട് ആ മറ്റേ സൈഡ് നമ്മൾ തുറന്നു പിടിച്ചിട്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നതിനെയാണ് ഈ ഒരു അനുലോമ വിലോമ എന്നുള്ള യോഗാസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ഈസി ആയിട്ട് തുടക്കക്കാർക്ക് വരെ ചെയ്യാൻ കഴിയുന്ന ഒരു ബ്രീത്തിങ് എക്സസൈസാണ് ഇത്. ഈ ഒരു പ്രാണായാമം നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടും. ആ ബെനിഫിറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് നമ്മളിലെ ഹോർമോണൽ ഇംബാലൻസസ് തടയുന്നതിന് ഇത് സഹായിക്കുന്നു. ഹോർമോണൽ ഇംബാലൻസസ് നമുക്കുണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണുകളുടെ ഒരു ഏറ്റക്കുറച്ചിലുകൾ മൂലമാണ്. നമ്മൾ ഈ ശ്വാസം അകത്തേക്ക് അങ്ങനെ ചെയ്യുമ്പോഴേക്കും അതിനനുസരിച്ച് ആ ഒരു ഓക്സിജൻ സപ്ലൈ ഉള്ള ആ ഒരു ഓക്സിജൻ സപ്ലൈ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുമ്പോഴേക്കും ഈ ഒരു ഓക്സിജൻ അല്ലെങ്കിൽ ഈ ഓക്സിജൻ കലർന്നിട്ടുള്ള ഈ ഒരു ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ട് നമ്മുടെ ഓവറീസിലോട്ടൊക്കെ എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എഗ്ഗ് കൂടുതൽ ക്വാളിറ്റിയോടുകൂടി വളരുന്നതിന് ഇത് നിങ്ങളെ സഹായിക്കും. മൂന്നാമതായിട്ടുണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ സപ്ലൈ ഇമ്പ്രൂവ് ചെയ്യും. നമ്മുടെ ശരീരത്തിലെ ഹെഡ് മുതൽ അതുപോലെ നമ്മുടെ ടോസ് വരെയുള്ള എല്ലാ ഭാഗത്തിലോട്ടും ഈ ഒരു ഓക്സിജൻ സപ്ലൈ കൃത്യമായിട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം തന്നെ ഒട്ടുമിക്കപ്പെട്ടിട്ടുള്ള രോഗാവസ്ഥകളിൽ നിന്നും നമുക്ക് ഒരു മുക്തി നേടാനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുന്നതിനും ഇത് സഹായിക്കുന്നു. തുടക്കത്തിലൊക്കെ പറയുന്നത് പോലെ തന്നെ ഓക്സിജനാണ് ഇതിലൊരു മെയിൻ ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് വരുന്നത്. ഓക്സിജൻ സപ്ലൈ, ഓക്സിജൻ അടങ്ങിയിട്ടുള്ള രക്തം നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിലോട്ട് എത്തുമ്പോഴേക്കും ഈ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ഈ ഒരു ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന നമ്മുടെ യൂട്രസിൻ്റെ ഏരിയയിലോട്ടൊക്കെ എത്തുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇതുമൂലം നമ്മളുടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുന്നതിനും അതുപോലെ തന്നെ ഓവുലേഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ എൻഡോമെട്രിയം ലൈനിങ് നല്ലപോലെ തിക്കനാകുന്നതിനും ഇത് നിങ്ങളെ സഹായിക്കുന്നു. നമ്മളുടെ ബ്ലഡ് ഒന്ന് ഡിറ്റോക്സിഫൈ ചെയ്യാനും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ലതുപോലെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ഓവറിയുടെ ഹെൽത്ത് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ സ്ട്രെസ്സ് ഒന്ന് റിലീഫ് ചെയ്യുന്നതിനും നമ്മുടെ ഡൈജഷൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഇത് നിങ്ങളെ സഹായിക്കുന്നു. ദിവസവും എനിക്ക് തോന്നുന്നു നമ്മളൊരു രാവിലെ എണീക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള ഇതിനൊരു സമയം കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു രാവിലെ എണീക്കുന്നുണ്ട്, ഒരു 6 മണിക്കൊക്കെ നിങ്ങൾ എണീക്കുന്നുണ്ടെങ്കിൽ ആ ഒരു 6 മണിക്ക് എഴുന്നേറ്റിട്ട് നിങ്ങളൊരു 10-15 മിനിറ്റ് ഈ ഒരു യോഗ, ഈ ഒരു പ്രാണായാമം നിങ്ങൾ ചെയ്യുന്നത് നമ്മുടെ മൈൻഡും അതുപോലെ തന്നെ നമ്മൾ മൊത്തത്തിലൊന്ന് റിലാക്സ്ഡ് ആകുന്നതിന് നമ്മളെ സഹായിക്കും. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു സമയത്ത്, ഒരു SSLC പഠിക്കുന്ന ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ക്യാമ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു സ്ട്രെങ്ത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ എന്നെ അവിടെ വന്നൊരു സിസ്റ്റർ, ഞാൻ ക്രിസ്ത്യൻ സ്കൂളിലായിരുന്നു പഠിച്ചത്, ആ സിസ്റ്റർ എന്നെ പഠിപ്പിച്ച് തന്നതാണ് ഈ ഒരു പ്രാണായാമം. നമുക്കതിനെപ്പറ്റി അന്നത്തെ ആ ഒരു സമയത്തൊന്നും നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും അറിയില്ല. പക്ഷേ ഇന്നിപ്പോൾ അതങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോഴേക്കും അത് എത്രമാത്രം എഫക്റ്റീവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കയ്യിൽ ഒരു വിരൽ വെച്ചിട്ട് ഒരു മൂക്ക് നമ്മൾ അടച്ചു പിടിച്ചിട്ട് മറ്റേ മൂക്കെങ്കിലും കാലൊന്ന് ചേർത്ത് ചമ്മളക്കൂടൊക്കെ ഇട്ട് വെക്കുകയെന്ന് പറയില്ലേ, അങ്ങനെ നമ്മളൊന്ന് ഇട്ടിട്ട് ഇരുന്ന് ഈ എക്സസൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. നിങ്ങളെല്ലാവരും ഈ ഒരു എക്സസൈസ് ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. ഒരു ദിവസം ചെയ്ത് 2 ദിവസം ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും ഇത് നിർത്തരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 മാസമെങ്കിലും നിങ്ങളത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് ബെനിഫിറ്റുകൾ ഇത് കാണിച്ചു തരും. നമ്മളുടെ ആ ഒരു പീരിയഡ്സ് ഒന്ന് നോർമലൈസ് ചെയ്യാനായിട്ടൊക്കെ ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.